Hi all, welcome back to a new session. Today we are going to discuss the rest of the psychiatric questions which we discussed on the last class. So we are continuing with the questions and the discussions. So നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ അത് സഹായകരമാവും. അതുപോലെ തന്നെ ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്കും ഈ ക്ലാസ് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ 25 ചോദ്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് 26ാമത്തെ ചോദ്യമാണ് ഇന്ന് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. കോയിനിങ് ഓഫ് ന്യൂ വേർഡ്സ് ഓർ ഫ്രേസസ് ഇൻവെൻറ്റഡ് ബൈ ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് ഈസ്. So a patient, psychiatric patient, if he coins a new word, what is the terminology for that? A. Neologism, B. Word salad, C. Verbigeration, D. None of the above. So we will discuss one by one. So neologism, what is neologism? So that is the answer. Neo means new, logi means language or word. So the word meaning is coining of new words or languages. Then comes word salad. Next option is word salad. What is word salad? Word salad is incoherent mixture of a group of words, just like the ingredients of a salad. ഒരു സാലഡിൽ ഉള്ള സാധനങ്ങളെ പോലെ ഇങ്ങനെ പരസ്പരം ലയിക്കാത്ത അല്ലെങ്കിൽ ഒരു ക്ലിയർ മീനിങ് തരാത്ത കുറച്ച് വാക്കുകളുടെ ഗ്രൂപ്പിനെയാണ് നമ്മൾ വേർഡ് സാലഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തത് വെർബിജറേഷൻ. വാട്ട് ഈസ് വെർബിജറേഷൻ? വെർബിജറേഷൻ ഈസ് സെൻസ്ലെസ് റെപ്പറ്റീഷൻ ഓഫ് സം വേർഡ്സ് ഓർ ഫ്രേസസ്. സെൻസ്ലെസ് ആയിട്ട് എന്തെങ്കിലും വാക്കോ ഫ്രേസോ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇത്രയാണ് അതിലുള്ള ഓപ്ഷൻസ്. അപ്പോൾ ആൻസർ കോയിനിങ് ഓഫ് ന്യൂ വേർഡ്സ് എന്ന് ചോദിച്ചാൽ ഒരിക്കലും തെറ്റരുത്. ഇറ്റ് ഈസ് നിയോലോജിസം. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അടുത്തത് 27ാമത്തെ ചോദ്യം. സെൽഫ് മാനിപ്പുലേഷൻ ഓഫ് ജെനൈറ്റൽ ഓർഗൻ ഈസ് ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ സ്റ്റേജസ് ഓഫ് സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റ് നമ്മൾ ഓൾറെഡി സൈക്കോസെക്ഷൽ അല്ലെങ്കിൽ സൈക്കോ അനാലിറ്റിക് തിയറിയെ പറ്റി ക്ലാസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് വ്യക്തമായിട്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാം. കാരണം അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം ഓറൽ, എയ്നൽ, ഫാലിക്, ജെനൈറ്റൽ, ഫാലിക് ലേറ്റൻസി ആൻഡ് ജെനൈറ്റൽ ഇങ്ങനെയുള്ള സ്റ്റേജുകളാണ് സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റിൽ പറയുന്നത്. അതിൽ ഏത് സ്റ്റേജിലാണ് ജെനൈറ്റൽ ഓർഗൻ മാനിപ്പുലേഷൻ കുട്ടികൾ കാണിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഇതിൻ്റെ ഉത്തരം അത് അറിയുന്നവർക്ക് എന്തായാലും കൃത്യമായിട്ട് അറിയുന്നുണ്ടാവും. ഫാലിക്. ഒരിക്കലും തെറ്റരുത്. ഈ ഫാലിക് സ്റ്റേജ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഓറൽ സ്റ്റേജ് നിങ്ങൾക്കറിയാം. ഓറൽ സാറ്റിസ്ഫാക്ഷൻ ഓർ ദ പ്ലഷർ സീക്കിംഗ് ഈസ് ത്രൂ ഓറൽ ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് നീഡ്സ്. അതുപോലെ തന്നെ എയ്നൽ സ്റ്റേജിൽ ബൈ ഹോൾഡിങ് ആൻഡ് ലെറ്റിംഗ് ഗോ അറ്റ് വിൽ. പിന്നെ ഫാലിക് സ്റ്റേജിലാണ് നിങ്ങൾക്ക് അറിയാവുന്ന നമ്മളുടെ കുറേ കോംപ്ലക്സുകളെല്ലാം ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓൾറെഡി ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കാണുക. അതുപോലെ തന്നെ ജെനൈറ്റൽ സ്റ്റേജ്, അതായത് 13 to 20 ഇയേഴ്സ് വരുന്ന ലാസ്റ്റ് ടീനേജിൻ്റെ ലാസ്റ്റ് വരുന്ന ഏരിയയാണ് ജെനൈറ്റൽ സ്റ്റേജ്. സോ സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് ആരാണ് പറഞ്ഞിട്ടുള്ളത്? സിഗ്മണ്ട് ഫ്രോയിഡ്. അടുത്ത ചോദ്യമാണ് സൂപ്പർ ഈഗോ വർക്ക്സ് ഓൺ വിച്ച് പ്രിൻസിപ്പിൾ? എ മൊറാലിറ്റി, എ പെർഫെക്ഷൻ, ബി മൊറാലിറ്റി, സി റിയാലിറ്റി, ബോത്ത് എ ആൻഡ് ബി. ദീസ് ആർ ദി ഓപ്ഷൻസ്. ഇപ്പോൾ സൂപ്പർ ഈഗോ സൂപ്പർ ഈഗോ നിങ്ങൾക്കറിയുന്നുണ്ടാവും. അതായത് നമ്മൾ ഒരു സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചുകുട്ടി ഒരു സാധനം കാണുമ്പോൾ വാശി പിടിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സാധനം കാണുമ്പോൾ പെട്ടെന്നത് വേണമെന്ന് തോന്നുന്ന ആ ഒരു ചിന്തയാണ് അതേസമയം ഈഗോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ റിയാലിറ്റിയെ പറ്റി ചിന്തിക്കും. അതെനിക്ക് പറ്റുമോ, അല്ലെങ്കിൽ എനിക്കത് സ്വായത്തമാക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് റിയലായിട്ട് ചിന്തിക്കും. അതുപോലെ തന്നെ മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ മോറലായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കും. ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ. അപ്പോൾ ഇവിടെ സൂപ്പർ ഈഗോയെ നമുക്ക് രണ്ട് രീതിയിൽ വേണമെങ്കിൽ പറയാം. മൊറാലിറ്റി പ്രിൻസിപ്പിൾ എന്നും പറയാം, പെർഫെക്ഷൻ പ്രിൻസിപ്പിൾ എന്നും പറയാം. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ ബോത്ത് എ ആൻഡ് ബി ആണ്. മൊറാലിറ്റി ആയിട്ടും പെർഫെക്ഷനായിട്ടും രണ്ട് രീതിയിലും കാര്യങ്ങൾ ചിന്തിച്ച് അതിനെ നമ്മളുടെ ഒരു ഹയർ ലെവൽ ഓഫ് തിങ്കിങ്ങിലേക്ക് കൊണ്ടുപോകുന്നതാണ് സൂപ്പർ ഈഗോ. അപ്പോൾ ഇറ്റ് ഈസ് ബോത്ത് മൊറാലിറ്റി ആൻഡ് പെർഫെക്ഷൻ പ്രിൻസിപ്പിൾ. മറക്കാതിരിക്കുക.
അപ്പോൾ ഈദ് ഈസ് ഇറ്റ്സ് എ പ്ലഷർ പ്രിൻസിപ്പിൾ, ഈഗോ ഈസ് റിയാലിറ്റി പ്രിൻസിപ്പിൾ ആൻഡ് സൂപ്പർ ഈഗോ ഈസ് മൊറാലിറ്റി ഓർ പെർഫെക്ഷൻ പ്രിൻസിപ്പിൾ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ പ്രൈമറി ഇൻഡിക്കേഷൻ ഓഫ് ECT? ഈ പറയുന്നതിൽ ഏതാണ് പ്രൈമറി ഇൻഡിക്കേഷൻ, ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പരിഗണിക്കുന്ന ഇൻഡിക്കേഷൻ ഏതാണ്? സ്കീസോഫ്രീനിയ, മാനിയ, മേജർ ഡിപ്രസീവ് ഡിസോർഡർ, ബോത്ത് A and B. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ചിന്തിക്കേണ്ട കാര്യം തന്നെയില്ല, കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ECT കൊടുക്കുന്ന ഒരു മേഖലയാണ് മേജർ ഡിപ്രസീവ് ഡിസോർഡർ. അതുപോലെ തന്നെ ഈ മേജർ ഡിപ്രസീവ് ഡിസോർഡറിൽ സൂയിസൈഡൽ റിസ്ക് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ സൂയിസൈഡൽ റിസ്ക് കൂടുതലുള്ള എല്ലാ ഡിപ്രസീവ് ഡിസോർഡറിലും ദ പ്രൈമറി ഓപ്ഷൻ വുഡ് ബി ECT. അപ്പം ECTയെ പറ്റി ചോദിക്കുമ്പോൾ അതിൻ്റെ ഇൻഡിക്കേഷൻ എന്ന് ആദ്യം ചിന്തിച്ചു കഴിഞ്ഞാൽ മേജർ ഡിപ്രസീവ് ഡിസോർഡറാണ്. അതിൻ്റെ കൂടെ മറ്റുള്ള അസുഖങ്ങൾക്ക് ഇപ്പോൾ കാറ്റട്ടോണിക് സ്കീസോഫ്രീനിയയ്ക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഡ്രഗ് അലർജിയുള്ള അല്ലെങ്കിൽ ഡ്രഗ് കഴിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഡ്രഗ് ഏൽക്കാത്ത ഡ്രഗ് ഇൻട്രാക്റ്റബിൾ ആയിട്ടുള്ള എല്ലാ മാനസിക രോഗങ്ങൾക്കും ECT കൊടുക്കാവുന്നതാണ്. പിന്നെ സൂയിസൈഡൽ ടെൻഡൻസിക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് പ്രതികരിക്കുന്ന ഒരു ചികിത്സയാണ് ECT. അടുത്തത്, വിച്ച് ഓഫ് ദി കമ്പോണൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി ഈസ് നോൺ ആസ് ഹയർ സെൽഫ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഹയർ സെൽഫ് എന്ന് പറയുന്ന കമ്പോണൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി ഏതാണ്? ഈഗോ, സൂപ്പർ ഈഗോ? നിങ്ങൾക്ക് ഒരു സംശയമില്ലാതെ തന്നെ ഉത്തരം പറയാൻ കഴിയും, ദാറ്റ് ഈസ് സൂപ്പർ ഈഗോ. അടുത്ത ചോദ്യം, ടാക്ടൈൽ ഹാലൂസിനേഷൻ ഓഫ് ഇൻസെക്ട്സ് ക്രോളിംഗ് അണ്ടർ ദ സ്കിൻ ഈസ്? അതായത് നമ്മുടെ സ്കിന്നിനടിയിലൂടെ ഇൻസെക്ട്സ് ഇഴഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ഇൻസെക്ട്സ് ഇങ്ങനെ പോകുന്ന പോലെയുള്ള ഒരു ഫീലിംഗ്, ഒരു ടാക്ടൈൽ ഹാലൂസിനേഷൻ നമ്മൾക്ക് തോന്നുന്നത് എന്താണ് അതിൻ്റെ പേര്? അപ്പം അതിൻ്റെ പേര് നിങ്ങൾക്ക് ആദ്യം തന്നെ നോക്കാം. അത് ഈസ് ഫോർമിക്കേഷൻ. ഓർത്ത് വയ്ക്കാൻ നിങ്ങൾക്ക് ഫോർമിക് ആസിഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫോർമിക് ആസിഡ് നമ്മൾ ആൻസിൽ കാണുന്നതാണ്, ഉറുമ്പിൽ. അപ്പോൾ ഉറുമ്പ് ഒരു ഇൻസെക്റ്റാണ് അല്ലേ. അപ്പം നമുക്ക് ആലോചിച്ചാൽ മതി, ഫോർമിക് ആസിഡ്, ഇൻസെക്റ്റ്. സോ ഇൻസെക്ട്സ് ക്രോളിംഗ് അണ്ടർ ദ ബോഡി എന്ന് പറഞ്ഞാൽ അത് ഫോർമിക്കേഷനാണ്. അടുത്തത് വരുന്നത് അതിൻ്റെ ഓപ്ഷൻ വേറെ ഒന്ന് പറയുന്നത് ഹിപ്നഗോഗിക് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. അതായത് ഹിപ്നഗോഗിക് ഹാലൂസിനേഷനും ഹിപ്നപോംബിക് ഹാലൂസിനേഷൻ, രണ്ട് ടൈപ്പ് ഹാലൂസിനേഷൻ ഉണ്ട്. നമ്മൾ ഓൾറെഡി ടെർമിനോളജിയിൽ ഇതെല്ലാം പറഞ്ഞതാണ്. ഞാൻ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് കേൾക്കാത്തവർക്കായി ഒന്ന് പറയുന്നു എന്നുള്ളേ ഉള്ളൂ. നിങ്ങൾക്ക് വിശദമായിട്ട് നല്ല രീതിയിൽ തന്നെ ആ ടെർമിനോളജി കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ എക്സാമ്പിളൊക്കെ വെച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഹിപ്നോപോംബിക് ആൻഡ് ഹിപ്നോഗോഗിക് ഹാലൂസിനേഷൻ ഉണ്ട്. ഹിപ്നഗോ എന്ന് ആലോചിച്ചാൽ, ഹിപ്നോ മീൻസ് സ്ലീപ്പ്, ഗോയിങ് ഫോർ സ്ലീപ്പ് എന്ന് ആലോചിക്കുക. അപ്പോൾ ഹിപ്നഗോഗിക് ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ ഉണ്ടാകുന്ന ഹാലൂസിനേഷൻസ് ആണ് ഹിപ്നഗോഗിക് ഹാലൂസിനേഷൻ. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഹിപ്നോപോംബിക്, ദാറ്റ് ഈസ് വേക്കിംഗ് അപ്പ് ഫ്രം സ്ലീപ്പിൽ ഉണ്ടാകുന്ന ഹാലൂസിനേഷൻസ് ആണ്. സ്യൂഡോ ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ ഹാലൂസിനേഷൻ അല്ലാതെ ഉണ്ടാകുന്ന ചില ഫീലിങ്ങുകളാണ് നമ്മൾ സ്യൂഡോ ഹാലൂസിനേഷൻ. സോ ഇവിടെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഫോർമിക്കേഷനാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് വുഡ് ബി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോർ എ പേഷ്യൻറ്റ് വിത്ത് അഗ്രസീവ് സോഷ്യൽ ബിഹേവിയർ? അതായത് അഗ്രസീവ് സോഷ്യൽ ബിഹേവിയർ, നിങ്ങൾ ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം. അഗ്രഷൻ ഉള്ള ആളല്ല, അഗ്രസീവ് സോഷ്യൽ ബിഹേവിയർ, അതായത് ആളുകളെ കൂടുമ്പോൾ വയലൻ്റ് ആവുന്നവർക്ക് ഉള്ള ആക്ടിവിറ്റി ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അഗ്രസീവ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ അയാളുടെ എനർജി കുറയ്ക്കാൻ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അയാൾ എനർജി ലെവൽ കുറയ്ക്കുന്ന ആക്ടിവിറ്റിയെ പറ്റി ചിന്തിക്കും. പക്ഷേ ഇവിടെ പറയുന്നത് അഗ്രസീവ് സോഷ്യൽ ബിഹേവിയർ ആണ്. അപ്പം ക്വസ്റ്റ്യൻ എപ്പോഴും നമ്മൾ കൃത്യമായി വായിക്കണം. സോ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഏതാണ് ഇതിൽ. കാരണം സോഷ്യൽ ബിഹേവിയർ ഇല്ലാത്തൊരു ആക്ടിവിറ്റി ഏതാണ്? ചെസ് ആണെങ്കിൽ 2 പേര് വേണം, അവിടെ അഗ്രഷൻ വരാം. ഫുട്ബോൾ ആണെങ്കിൽ ഒരുപാട് പേര് വരാം. അതുപോലെ ബാസ്കറ്റ് ബോൾ ആണെങ്കിൽ ഒരുപാട് പേര് വരാം. ഇവിടെ എല്ലാം പേഷ്യൻ്റ് അഗ്രസീവ് ആവാം. പെയിൻറ്റിങ്, സോ പെയിൻറ്റിങ് ഈസ് ദ ആൻസർ, ബിക്കോസ് പെയിൻറ്റിങ്ങിൽ വേറെ ആരുമില്ല, പേഷ്യൻ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചിട്ടേ ഉത്തരം എഴുതാവുന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ ചോദ്യം. അടുത്തത്, ഇപ്പം നമ്മൾ പറഞ്ഞ മുമ്പത്തെ ചോദ്യത്തിൽ തന്നെ ഇപ്പം പേഷ്യൻ്റ് അഗ്രസീവായിട്ട് അല്ലെങ്കിൽ ഓവർ ആക്റ്റീവായിട്ടുള്ളൊരു പേഷ്യൻ്റാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഓവർ ആക്ടിവിറ്റി കുറയ്ക്കാൻ നമ്മളെപ്പോഴും ഫിസിക്കൽ സ്ട്രെയിനുള്ള ആക്ടിവിറ്റീസ് കൊടുക്കാം. അതുപോലെ ഇപ്പം ഗാർഡനിങ്, അതുപോലെ തന്നെ ഫർണിച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റുക, അതുപോലെ തന്നെ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുക, അങ്ങനെയുള്ള ഫിസിക്കലായിട്ടുള്ള ബ്രൂമിങ്, നമ്മൾ ഗാർഡനിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കാം. അപ്പോൾ 33ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റ് ആൻ ഇൻഡിവിജ്വൽ അച്ചീവ് ലൈഫ് ഗോൾസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ വൺ സെൽഫ് ആൻഡ് വെൽഫെയർ ഓഫ് ദ ഫ്യൂച്ചർ ജനറേഷൻ? അപ്പോൾ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറി അത് ആരാണ് കൊണ്ടുവന്നത്? എറിക് എറിക്സൺ. നമ്മൾ മുമ്പത്തെ സെഷനിൽ നമ്മൾ പറഞ്ഞതാണ്. എറിക് എറിക്സൺ ആണ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറി. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക സ്റ്റേജിൽ അദ്ദേഹം പറയുന്നുണ്ട്, അതായത് ഗോൾസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ വൺ സെൽഫ് ആൻഡ് വെൽഫെയർ ഓഫ് ദ ഫ്യൂച്ചർ ജനറേഷൻ അച്ചീവ് ചെയ്യുന്ന ഒരവസ്ഥ, അത് അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ വേറൊരവസ്ഥ.
ഇതിൽ ഏതാണ് ഈ പറയുന്ന സ്റ്റേജ്? ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ, ഈഗോ ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പയർ, ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ, ഓട്ടോണമി വേഴ്സസ് ഷെയിം. നിങ്ങൾ ആ ക്ലാസ് ഇതിൻ്റെ സെയിം തിയറി ഞാൻ ക്ലാസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് കേൾക്കാം. അപ്പം ഇത് നിങ്ങൾ ആലോചിച്ചാൽ തന്നെ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ഉത്തരം ശരിയാണ്. ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ, അതായത് സംതിങ് ജനറേറ്റഡ് ഫോർ ദ ഫ്യൂച്ചർ ജനറേഷൻ. ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി ഞാൻ കരുതി വെച്ചു എന്ന് തോന്നൽ വരികയാണെങ്കിൽ അയാൾ ജനറേറ്റിവിറ്റി സ്റ്റേജിൽ കടന്നു പോയിട്ടുണ്ടാവും. അല്ല, ഞാനൊന്നും ചെയ്തില്ല എന്ന് തോന്നുകയാണെങ്കിൽ അയാൾ സ്റ്റാഗ്നേഷൻ എന്ന ഒരു ഫീലിങ്ങിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. അതാണ് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്നത്. അടുത്തത് 34ാമത്തെ ചോദ്യം. ടോയ്ലറ്റ് ട്രെയിനിങ് ഈസ് പ്രാക്ടീസ്ഡ് ഓൺ വിച്ച് സ്റ്റേജ് ഓഫ് സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റ്? ടോയ്ലറ്റ് ട്രെയിനിങ് നമ്മൾ ഏത് സ്റ്റേജ് ഓഫ് സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു സൈക്കോസെക്ഷൽ സ്റ്റേജസ് അല്ലേ? ഫാലിക്, ജെനൈറ്റൽ, ഏനൽ, ലേറ്റൻസി. ഇതിൽ ഏത് സ്റ്റേജിലാണ് നമ്മൾ ടോയ്ലറ്റ് ട്രെയിനിങ് പ്രാക്ടീസ് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് അറിയാം ഏനൽ ഫേസിലാണ്. എന്താണെന്ന് വെച്ചാൽ അതിലാണ് കുട്ടിക്ക് ഏനൽ എറോട്ടിക് ഫേസും ഏനൽ സാഡിസ്റ്റിക് ഫേസും ഉണ്ട്. ഏനൽ എറോട്ടിക് ഫേസിൽ എന്ന് പറഞ്ഞാൽ കുട്ടി അതുപോലെ ഈ എക്സ്ക്രീഷനിൽ സന്തോഷം കണ്ടെത്തും. എവിടെയൊക്കെ മലവിസർജനം നടത്താൻ പറ്റുമോ അവിടെയൊക്കെ ചെയ്യും. അത് ചെയ്യുമ്പോൾ കുട്ടിക്കൊരു സന്തോഷം, പ്ലഷർ കിട്ടുന്നു. പക്ഷേ സെക്കൻഡ് സ്റ്റേജ് ഏനൽ സാഡിസ്റ്റിക് ഫേസാണ്. ആ സമയത്ത് കുട്ടി ഈ മലവിസർജനം പിടിച്ചു വയ്ക്കാൻ പഠിക്കുകയും സ്വന്തം ഇഷ്ടപ്രകാരം മലവിസർജനം നടത്താൻ കുട്ടിക്ക് സാധിക്കുകയും ചെയ്യുന്നു. അതാണ് ഏനൽ സാഡിസ്റ്റിക് ഫേസ്. ഹോൾഡിങ് ആൻഡ് ലെറ്റിംഗ് ഗോ അറ്റ് വിൽ. ആ ഒരു പീരീഡിലാണ് നമ്മൾ ടോയ്ലറ്റ് ട്രെയിനിങ്ങിലേക്ക് കിടക്കുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്ലാസിഫിക്കേഷൻ ഈസ് നോൺ ആസ് മൾട്ടി ആക്സിയൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ? മൾട്ടി ആക്സിയൽ ക്ലാസിഫിക്കേഷൻ ഏതാണ് ഈ കൊടുത്തിരിക്കുന്നതിൽ? നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് സൈക്കാട്രിക് ഡിസോർഡേഴ്സ് ഓൾറെഡി ക്ലാസ് കഴിഞ്ഞതാണ്. അതിൽ നമ്മൾ മേജർ 2 ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്, ICD-10 ആൻഡ് DSM-4. അപ്പം ഇതിൽ ഏതാണ് നമ്മളുടെ മൾട്ടി ആക്സിയൽ? കാരണം പല ആക്സിസിൽ ഒരു അസുഖത്തെ ക്ലാസിഫൈ ചെയ്യുന്നത് ഏതിലാണ്? അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇറ്റ് ഈസ് DSM-4. DSM-4ന് വിവിധ ആക്സിസുകളുണ്ട്. ഓരോ ആക്സിസിലും ഫസ്റ്റ് ക്ലിനിക്കൽ സൈക്കാട്രിക് ഡയഗ്നോസിസ്, അതുപോലെ തന്നെ അവരുടെ എൻവയോൺമെൻറ്റൽ ആൻഡ് സോഷ്യൽ കണ്ടീഷൻ, അവരുടെ കോമോർബിഡ് ആയിട്ടുള്ള അസുഖങ്ങൾ, അവരുടെ ഗ്ലോബൽ അസസ്മെൻറ്റ് ഓഫ് ഫങ്ഷനിങ്, അങ്ങനെ പല പല ആസ്പെക്റ്റ് എല്ലാം നോക്കിയിട്ടാണ് നമ്മളൊരു ഡയഗ്നോസിസിലെത്തുക. മെഡിക്കൽ കണ്ടീഷൻസ് എല്ലാം നോക്കിയിട്ട്. പക്ഷേ ICD-10 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് യൂണി ആക്സിയൽ. അതിൽ ക്ലിനിക്കൽ സൈക്കാട്രിക് ഡയഗ്നോസിസ് മാത്രമേ നമ്മൾ പരിഗണിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതിൽ പറയാനുള്ളത് WHO ക്ലാസിഫിക്കേഷൻ ഏതാണെന്നുള്ള ചോദ്യം വരും. ഇതിൽ ICD-10 ആണ് WHOയുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ്. അടുത്ത ചോദ്യം, സസ്റ്റെയിൻഡ് ഫീലിംഗ് ലാസ്റ്റിംഗ് ഫോർ സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം. ഏതാണ് സസ്റ്റെയിൻഡ് ഇമോഷണൽ എക്സ്പീരിയൻസ് ലാസ്റ്റിംഗ് ഫോർ സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം? അത് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് നൺ അതർ ദാൻ മൂഡ്. അഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഷോർട്ട് ലീവ്ഡ് ഇമോഷണൽ എക്സ്പ്രഷനാണ്. അതേസമയം മൂഡ് എന്ന് പറഞ്ഞാൽ സസ്റ്റെയിൻഡ് ആൻഡ് ലോങ് ലാസ്റ്റിംഗ് ഇമോഷണൽ സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ നിങ്ങൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക, തെറ്റിപ്പോകരുത്. മൂഡ് ആൻഡ് അഫക്റ്റ്. മൂഡ് ഈസ് സസ്റ്റെയിൻഡ് ആൻഡ് അഫക്റ്റ് ഈസ് ഷോർട്ട് ലീവ്ഡ്. All treatment members are seen as equally important in helping clients meet their treatment goals. This type of therapy approach is. അതായത് എല്ലാ മെമ്പേഴ്സിനെയും, എല്ലാ ട്രീറ്റ്മെൻറ്റ് മെമ്പേഴ്സിനെയും ഒരുപോലെ ക്ലയൻറ്റിനെ ഹെൽപ്പ് ചെയ്യാൻ ഉതകുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് അപ്രോച്ച് ഏതാണ്? 1 മിലിയു തെറാപ്പി, 2 ഇൻ്റർപേഴ്സണൽ തെറാപ്പി, 3 ബിഹേവിയർ തെറാപ്പി, 4 ഗ്രൂപ്പ് തെറാപ്പി. ഇതിൽ നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം മിലിയു തെറാപ്പിയാണ് ഉത്തരം. കാരണം നമ്മൾ എൻവയോൺമെൻറ്റൽ മോഡിഫിക്കേഷനാണ്, പേഷ്യൻറ്റിൻ്റെ നീഡിന് വേണ്ടിയിട്ട് നമ്മൾ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ തെറാപ്യൂട്ടിക് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അതിലെല്ലാ ഈ തെറാപ്യൂട്ടിക് മെമ്പേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയി അവരവരുടെ റോളുകൾ വഹിക്കുന്നുണ്ട്. അതാണ് മിലിയു തെറാപ്പി. അടുത്തത്, ക്ലാസിക്കൽ കണ്ടീഷനിങ് വാസ് പുട്ട് ഫോർവേഡഡ് ബൈ. ആരാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് കൊണ്ടുവന്നത്? ഇവാൻ പാവ്ലോവ്, സ്കിന്നർ, പെസ്റ്റലോസി, കാൾ ജങ്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആൻഡ് കോമൺ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് സംശയം ഉണ്ടാവാൻ സാധ്യതയില്ല. ഇറ്റ് ഈസ് പാവ്ലോവ്. അപ്പോൾ നമുക്ക് അതിലെ അടുത്ത ക്വസ്റ്റ്യൻ വരും, ആരാണ് ഓപ്പറൻ്റ് കണ്ടീഷനിങ് കൊണ്ടുവന്നത്? ഇത് സ്കിന്നറാണ്, രണ്ടാമത്തെ വ്യക്തി. അപ്പം ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഓപ്പറൻ്റ് കണ്ടീഷനിങ്ങും ആരാണ് അതിൻ്റെ പ്രൊപ്പോണൻസ് എന്നുള്ളത് നിങ്ങൾ ഓർത്തു വെച്ചാൽ വളരെ നല്ലതായിരിക്കും. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ അബ്സല്യൂട്ട് കോൺട്രാ ഇൻഡിക്കേഷൻ ഓഫ് ECT? സെറിബ്രോ വാസ്കുലർ ഡിസീസ്, പ്രഗ്നൻസി, ഫ്രാക്ചർ, ഇൻക്രീസ്ഡ് ICP. അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്.
അത് ഇൻക്രീസ്ഡ് ICP ആണ്. അതായത് ഇൻട്രാക്രാനിയൽ ടെൻഷൻ കൂടുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ECT കൊടുക്കാൻ പാടില്ല. അടുത്ത ചോദ്യമാണ് സൈക്കോളജിക്കൽ പ്രോസസ് ഇൻ ദ സൈക്കോതെറാപ്പി ഇൻ വിച്ച് പേഷ്യൻറ്റ് ഡിസ്പ്ലേസസ് ഹിസ് ഫീലിങ്സ് ആൻഡ് എക്സ്പീരിയൻസസ് ഓവർ ദ തെറാപ്പിസ്റ്റ്. അതായത് രോഗി അയാളുടെ ഫീലിങ്സിനെ തെറാപ്പിസ്റ്റിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യുന്ന അവസ്ഥയ്ക്ക് എന്താണ് പറയുന്നത്? A. കാത്രാസിസ്, B. ട്രാൻസ്ഫറൻസ്, C. കൗണ്ടർ ട്രാൻസ്ഫറൻസ്, D. നൺ ഓഫ് ദി അബോവ്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഓപ്ഷൻ നോക്കിയാൽ അറിയാം, അതിൻ്റെ ഉത്തരം എന്നാൽ ട്രാൻസ്ഫറൻസ് ആണ്. രോഗി പിന്നെ തെറാപ്പിസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ട്രാൻസ്ഫറൻസും, തെറാപ്പിസ്റ്റ് തിരിച്ച് രോഗിയിലേക്ക് അയാളുടെ ഫീലിംഗ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെ കൗണ്ടർ ട്രാൻസ്ഫറൻസ് എന്നും പറയുന്നു. കാത്രാസിസ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ മനസ്സിലുള്ള ഇമോഷണൽ ആയിട്ടുള്ള പ്രോബ്ലത്തിനെ നമ്മൾ ഹിപ്നോതെറാപ്പി പോലെയുള്ള തെറാപ്പികളിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്ന് ചികിത്സിക്കുന്ന രീതിക്കാണ് നമ്മൾ കാത്രാസിസ് എന്ന് പറയുക. ഇമോഷനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ അസുഖം ഭേദപ്പെടും. അതിനെയാണ് നമ്മൾ കാത്രാസിസ് എന്ന് പറയുന്നത്. അടുത്തത് 41. ഇമോഷണൽ റിലീസ് ഓർ ഡിസ്ചാർജ് ആഫ്റ്റർ റീകോളിങ് എ പെയിൻഫുൾ എക്സ്പീരിയൻസ്. അതായത് നമ്മളൊരു പെയിൻഫുൾ എക്സ്പീരിയൻസ് റീകോൾ ചെയ്യുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഇമോഷണൽ റിലീസ്, അതിനെന്താണ് പറയുന്നത്? കൗൺസിലിംഗ്, അവേർഷൻ തെറാപ്പി, അബ്രിയാക്ഷൻ തെറാപ്പി, ബയോ ഫീഡ്ബാക്ക്. അപ്പം ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അറിയില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. അബ്രിയാക്ഷൻ എന്ന വാക്കാണ്. അതായത് നമ്മൾ കാത്രാസിസിൽ പേഷ്യൻ്റ് അറിയാതെയാണ് നമ്മളത് പുറത്തു കൊണ്ടുവരുന്നത്. അബ്രിയാക്ഷനിൽ പേഷ്യൻ്റ് അറിഞ്ഞുകൊണ്ട് തന്നെ ഇമോഷണൽ റിലീസ് നടത്തുന്നു. ഒരു പഴയ കാര്യം ഓർത്തെടുത്തിട്ട് അവർ അത് പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അവരുടെ സങ്കടങ്ങളെല്ലാം പുറത്തേക്ക് വന്നു കഴിയുമ്പം അവരുടെ കുറേ ആശ്വാസം കിട്ടും. The type of behavior therapy in which stress or anxiety are desensitized in a non-graded manner without any relaxation training is known as. അതായത് ഒരാളുടെ സ്ട്രെസ്സ് അല്ലെങ്കിൽ ആങ്സൈറ്റി, ഫോബിയ അതുപോലുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ അയാളെ ഡീസെൻസിറ്റൈസ് ചെയ്യുന്ന ചികിത്സ, അതായത് ബിഹേവിയർ തെറാപ്പി എന്നാണ് അതിന് പറയുക. ആ ബിഹേവിയർ തെറാപ്പിയിൽ ഒരു റിലാക്സേഷൻ ടെക്നിക്കും കൊടുക്കാതെ പെട്ടെന്ന് അയാളെ ഡീസെൻസിറ്റൈസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്നാണ് ചോദ്യം. അതിൽ നമുക്ക് നോക്കാം. ആദ്യത്തത് ഫ്ലഡിങ്, രണ്ടാമത്തത് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ, 3 ഇംപ്ലോഷൻ തെറാപ്പി, D both A and C. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ഫ്ലഡ് എന്ന് പറഞ്ഞാൽ അറ്റ് വൺസാണ് വരിക അല്ലേ. ഫ്ലഡ് നമുക്ക് മുന്നറിയിപ്പൊന്നും തരില്ല, ഒറ്റയടിക്കാണ് വരിക. അപ്പോൾ അതുപോലെ തന്നെ ഫ്ലഡിങ് ഒരു ഉത്തരമാണ് അല്ലേ. അപ്പോൾ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന വാക്കിൽ തന്നെ ഉണ്ട്, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഡീസെൻസിറ്റൈസ് ചെയ്യുന്നത്. പിന്നെ ഇംപ്ലോഷൻ തെറാപ്പി, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഫ്ലഡിങ് പോലെ തന്നെ ഉള്ളതാണ് ഇംപ്ലോഷൻ തെറാപ്പി. ഫ്ലഡിങ് നമ്മൾ ഡയറക്റ്റ് ആ സ്റ്റിമുലയിലേക്ക് എക്സ്പോസ് ചെയ്യുന്നു. ഇംപ്ലോഷൻ തെറാപ്പിയിൽ നമ്മൾ ഇമാജിനറി ആയിട്ട് ആ സ്റ്റിമുലയെ എക്സ്പോസ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ബോത്ത് A and C ആണ്. രണ്ടും ഉത്തരങ്ങളാണ്. അപ്പം രണ്ടും നമുക്ക് ഇതുപോലെ പെട്ടെന്ന് റിലാക്സേഷൻ ട്രെയിനിങ് കൊടുക്കാതെ പേഷ്യൻറ്റിനെ ചെയ്യുന്നതാണ്. 43. അനസ്തെറ്റിക് ഏജൻറ്റ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ ECT. നിങ്ങൾ കാണാൻ പഠിക്കേണ്ട ചോദ്യമാണ്. അത് മെത്തോഹെക്സിറ്റാൽ എന്ന അനസ്തെറ്റിക് ഏജൻറ്റാണ് നമ്മൾ സാധാരണ ECT കൊടുക്കുമ്പോൾ കൊടുക്കാറുള്ളത്. അടുത്തത് മോഡിഫിക്കേഷൻ ഡൺ ഇൻ ECT ടു റെഡ്യൂസ് കോഗ്നിറ്റീവ് അഡ്വേഴ്സ് എഫക്റ്റ്. അതായത് നമ്മൾ ഓർമ്മ കുറവ് പോലെയുള്ള കൺഫ്യൂഷൻ പോലെയുള്ള കാര്യങ്ങളെല്ലാം ECT കൊടുക്കുമ്പോൾ കുറച്ച് കാലത്തേക്ക് ഉണ്ടാവും. അത് തന്നെ റിക്കവർ ചെയ്ത് നോർമലായി വരികയും ചെയ്യും. അപ്പോൾ അത് കുറയ്ക്കാൻ നമ്മൾ കൊടുക്കുന്ന ഏത് ടൈപ്പാണ് ECT എന്നുള്ളതാണ്. അതിൽ നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം, ലീഡ് 2 സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഓർമ്മ കുറവുണ്ടാവും. അപ്പോൾ യൂണിലാറ്ററൽ ECT ആണ്. അപ്പോൾ ഒരു സൈഡിൽ മാത്രം ഇലക്ട്രോഡ് വെച്ച് കൊടുക്കുന്ന ECTക്ക് ഓർമ്മക്കുറവ് വളരെ കുറവായിരിക്കും, പക്ഷേ അതിൻ്റെ എഫിക്കസിയും കുറവായിരിക്കും. അതുകൊണ്ട് നമ്മളെപ്പോഴും ബൈലാറ്ററൽ ECT കൊടുക്കാറുള്ളത്. പക്ഷേ നമ്മൾ ചോദ്യങ്ങൾ വരുമ്പോൾ യൂണിലാറ്ററൽ ECT കൊടുത്താൽ കോഗ്നിറ്റീവ് ഡെഫിസിറ്റ്സ് കുറയ്ക്കാൻ പറ്റും. എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ കറണ്ട് യൂസ്ഡ് ഫോർ ECT കൊടുക്കുന്ന ഇലക്ട്രിക്കൽ കറണ്ട് എത്ര വോൾട്ടേജ് ആണെന്നുള്ളത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. 70 to 120 വോൾട്ട് ആണ് അതിൻ്റെ ഉത്തരം. അതും കാണാതെ പഠിക്കേണ്ട ഉത്തരമാണ്. ദ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് നോൺ ആസ് മേജർ ട്രാങ്കുലൈസേഴ്സ് എന്ന് പറയുന്നത് ഏത് ഡ്രഗ്സിനെയാണ്? കോമൺ ക്വസ്റ്റ്യൻ ആണ്. ആൻറ്റിസൈക്കോട്ടിക്സ് ആണ് അതിൻ്റെ ഉത്തരം. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്. ടിപ്പിക്കൽ അല്ലെങ്കിൽ ട്രഡീഷണൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ മേജർ ട്രാങ്കുലൈസേഴ്സിലെ ട്രഡീഷണൽ ആൻറ്റിസൈക്കോട്ടിക്സ് ഏതാണെന്നുള്ളതാണ്. അതിൽ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ക്ലോർപ്രമാസിൻ, ക്ലോസാപ്പിൻ, റെസ്പെരിഡോൺ, ഒലാൻസെപ്പിൻ. സോ നമുക്കറിയാം, ആദ്യം കണ്ടുപിടിച്ച ആൻറ്റിസൈക്കോട്ടിക്കാണ് ക്ലോർപ്രമാസിൻ ആദ്യമായിട്ട് ഉപയോഗിച്ചിരുന്നത് ആൻറ്റി എമിറ്റിക് ആയിട്ടും ആൻറ്റി ഹിക്കപ്പ് ഡ്രഗൊക്കെ ആയിട്ടാണ്. അപ്പം അതിന് ആക്സിഡൻ്റലായിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇതിന് ആൻറ്റിസൈക്കോട്ടിക് എഫക്റ്റ് ഉണ്ട്. 1952 ഇത് ആദ്യമായിട്ട് ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗായിട്ട് യൂസ് ചെയ്തത്. അപ്പോൾ അതിന് ശേഷമാണ് മറ്റുള്ള ന്യൂവർ ജനറേഷൻ ഓഫ് ഡ്രഗ്സ് അല്ല അട്ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിൽ പെടുന്ന ക്ലോസാപ്പിൻ, റിസ്പെരിഡോൺ ആൻഡ് ഒലാൻസിപ്പിൻ ഒക്കെ വന്നത്. ക്ലോസാപ്പിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് ആണ് അഗ്രാനുലോസൈറ്റോസിസ്. ക്ലോസാപ്പിൻ B, അഗ്രാനുലോസൈറ്റോസിസ്.
അടുത്ത ചോദ്യം, തെറാപ്യൂട്ടിക് ഡ്രഗ് സിറം ലെവൽ ഓഫ് ലിഥിയം. ലിഥിയത്തിൻ്റെ തെറാപ്യൂട്ടിക് ഡ്രഗ് സിറം ലെവൽ എത്രയാണെന്നുള്ളതാണ്. അപ്പം ഇവിടെ ഓപ്ഷൻ 0.6 to 1.2, 1.2 to 1.5, ഗ്രേറ്റർ ദാൻ 2.5, നൺ ഓഫ് ദി അബോവ്. അപ്പം ഇതിലുള്ള ഉത്തരങ്ങൾ നമുക്ക് നോക്കാം. 0.6 to 1.2 മില്ലി ഇക്വലൻസ് എന്നാൽ തെറാപ്യൂട്ടിക് ബ്ലഡ് ലെവൽ അല്ല, അത് പ്രൊഫൈലാറ്റിക് ബ്ലഡ് ലെവലാണ്. കാരണം അടുത്തത് നമുക്ക് നോക്കാം, 1.2 to 1.5 അല്ല, ഗ്രേറ്റർ ദാൻ 2.5 അല്ല. അപ്പം 0.8 to 1.2 മില്ലി ഇക്വലൻറ്റ് പെർ ലിറ്റർ ആണ് തെറാപ്യൂട്ടിക്. ഇത് ആദ്യത്തെ ഓപ്ഷൻ എ, ഇത് പ്രൊഫൈലാറ്റിക് ബ്ലഡ് ലെവലാണ്. അത് നിങ്ങൾ കാണാതെ പഠിക്കണം. Which of the following is an example of tricyclic antidepressants? TCA, ഇമിപ്രമിൻ, അമിപ്രിറ്റിലിൻ, സെർട്രാലിൻ. അപ്പം ഇതിൽ നമുക്ക് നോക്കിയാൽ അറിയാം, നിങ്ങൾ ഇതിലെ പേരുകൾ കുറച്ചെങ്കിലും പഠിച്ചു വെക്കേണ്ടതാണ്. ഓരോന്നിൻ്റെയും കോമൺ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, ആൻറ്റിസൈക്കോട്ടിക്സ്, ആൻറ്റി ഡിപ്രസൻസ്, കോമൺ നെയിംസ് നിങ്ങൾ പഠിച്ചു വെച്ച്, അതായത് ക്ലാസിഫിക്കേഷനാണെന്ന് പഠിച്ചിരുന്നാൽ വളരെ നല്ലതാണ്. ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ ഇമിപ്രമിനും അമിപ്രിറ്റിലിനും നമുക്ക് TCAസിലും സെർട്രാലിൻ SSRI ആയിട്ടും നമുക്ക് പറയാം. അപ്പം ആൻസർ ബോത്ത് എ ആൻഡ് ബി ആണ്. അടുത്തത്, എ പേഴ്സൺസ് എക്സാജറേറ്റഡ് ഫീലിംഗ് ഓഫ് സെൽഫ് ഇമ്പോർട്ടൻസ് റിലേറ്റഡ് ടു ഹിസ് പവർ ഓർ ഐഡൻറ്റിറ്റി ഓർ പവർ ആൻഡ് ഐഡൻറ്റിറ്റി ഈസ് കോൾഡ്. ഒരാൾക്ക് എക്സാജറേറ്റഡ് ആയിട്ടുള്ള പവർ ഉണ്ട്, ഞാൻ വലിയൊരാളാണെന്നൊക്കെ തോന്നൽ വരുന്നത് ഡെലൂഷൻ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഡെലൂഷൻ ഓഫ് ഇൻഫിഡലിറ്റി, ഡെലൂഷൻ ഓഫ് ഗ്രാൻഡിയോസിറ്റി, ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ, ഡെലൂഷൻ ഓഫ് കൺട്രോൾ. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണിത്, ഡെലൂഷൻ ഓഫ് ഗ്രാൻഡിയോസിറ്റി. ഡെലൂഷൻ ഓഫ് ഇൻഫിഡലിറ്റി എന്ന് പറഞ്ഞാൽ അറിയാം, അൺഫെയ്ത്ത്ഫുൾനെസ്, സസ്പീഷൻ റിഗാർഡിംഗ് ദ ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ദ സ്പൗസ്, സസ്പീഷൻ റിഗാർഡിംഗ് ദ ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ദ സ്പൗസ്. അതുപോലെ തന്നെ ഡെലൂഷൻ പെർസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സംബഡി മേ ഹാം മീ, കിൽ മീ ഓർ പ്ലാനിങ് അഗെയിൻസ്റ്റ് മീ എന്നുള്ള രീതിയിലുള്ളത്. ഡെലൂഷൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ സം എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ഓൾവേസ് കൺട്രോളിങ് മീ. അപ്പോൾ ഇത് എല്ലാം പലതരത്തിലുള്ള ഡെലൂഷൻസ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ സെഷൻ. ഇനി അടുത്ത സെഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യനുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ അതുവരേക്കും നിങ്ങൾ നന്നായി പഠിക്കുക, പഴയ വീഡിയോസ് എല്ലാം പോയി കാണുക. ഞാനതിൽ ഓരോ ടോപ്പിക്കും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുക, നന്നായി പഠിക്കുക. സൈക്യാട്രി ഒരുവിധപ്പെട്ട എല്ലാ ടോപ്പിക്കുകളും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നോക്കിയിട്ട് കവർ ചെയ്യാത്ത ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ അത് ഞാൻ വീണ്ടും ഇടുന്നതായിരിക്കും. അപ്പോൾ ചോദ്യങ്ങൾ നന്നായി ചെയ്ത് പഠിക്കുക. സോ വിഷ് യു എ ഗുഡ് ലക്ക്. താങ്ക് യു.